എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബോനിത പെൺകുട്ടീനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. ശേഷം ത്രിലോചൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ ശരിക്കുള്ള ശുഭ്രമ എന്നല്ല, വെറുതെ നുണ പറഞ്ഞ് വന്നിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ബിനോയും ബോന്തേനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇതിനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്, ഈ പെൺകുട്ടീനെ അവൾ വെറുതെ പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം അങ്ങനെ ബോനിത പെൺകുട്ടീനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താവും മുൻഷി അനിരുദ്ധിന് തോളിലേറ്റിയിട്ട് വരിക. അപ്പോൾ ഇത് കണ്ടിട്ട് ബോനിത പതിബാബു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ തലയൊക്കെ പൊട്ടിയിട്ട് ആകെ രക്തമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അവൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പറ്റിയെന്നൊക്കെ മുൻഷിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുൻഷി പറയാണ് ഞാൻ വൃന്ദാവനത്തിലേക്ക് വണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ വഴിയിൽ ഇവൻ എന്താ ഇങ്ങനെ ബോധം കെട്ടിട്ട് തലേന്ന് രക്തമൊക്കെ ഒളിച്ചിട്ട് കിടക്കുന്നത് കണ്ട് അപ്പോൾ ഞാൻ കണ്ടെടുത്ത് കൊണ്ടുവന്നതാണെന്ന് മുൻഷി വെറുതെ കള്ളം പറയുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധിൻ്റെ അടുത്തിരുന്നിട്ട് ബോന്ത പറയുന്നുണ്ട് പതിബാബുവിനൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ബിനോയ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒന്നും പറ്റില്ല, നമ്മളിപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടല്ലോ, ഡോക്ടർ പെട്ടെന്ന് വരുന്ന ബിനോയ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറൊക്കെ വന്നിട്ട് അവൻ്റെ തലയിൽ ബാൻഡേജൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. ശേഷം ബോന്തിത അനിരുദ്ധിൻ്റെ അടുത്തിരുന്നിട്ട് കരഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. വേഗം എനിക്ക് ഒന്നും പറ്റില്ല, ഞാൻ ദുർഗാദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ പതിബാബുവിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഒന്ന് എനിക്ക് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറയും, ഞാൻ എന്ത് വിദ്യാലയത്തിൽ പോകണം, സമ്പൂർണ്ണ രീതിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന് എണീക്കാതെ തന്നെ അവിടെ കെടുക്കുകയാണ്. അവൾ കരഞ്ഞിട്ട് പറയുന്നുണ്ട് ഒന്നും പറ്റില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ അവർ അന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു സിമ്പലൊക്കെ കാണിച്ചില്ലേ, അപ്പോൾ അതൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവന് ഒന്ന് എണീച്ച് കിട്ടിയാൽ മതി എന്നുള്ള ആ മൈൻഡിലാണ് ബോന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു എന്താ പറയുക നല്ല സങ്കടത്തോടെ അവൾ പെരുമാറുന്നുണ്ട്. പിന്നെ ത്രിലോചനും ബിനോയും കൂടിയിട്ട് ഡോക്ടറോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇവൻ്റെ ജീവൻ തന്നെ ആപത്തിലാണ്, അവൻ്റെ ഉള്ളിൽ എന്തോ വിഷമൊക്കെ ചെന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ജീവൻ തന്നെ ആപത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ മുൻഷി അപ്പുറത്തുനിന്ന് ചിരിക്കുന്നുണ്ട്, കാരണം അവന് വിഷമൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അനിരുദ്ധിൻ്റെ അച്ഛൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ആ പെൺകുട്ടിയോട് ഇവള് ആ പ്രസാദം കൊടുത്തില്ല, അതിലെന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയാണ് അല്ല അന്ന് ഞാനല്ല പ്രസാദം കൊടുത്ത്, അങ്ങനെ തട്ടിപ്പോയിട്ട് പിന്നെ ബോന്തിത പോയിട്ട് എടുത്തു കൊടുക്കുന്നതല്ല, അത് സമ്പൂർണ്ണയാണ് അവൾക്ക് കൊടുത്തത്, അപ്പോൾ സമ്പൂർണ്ണേനെയാണ് നിങ്ങളെല്ലാവരും സംശയിക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ത്രിലോചന നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് സമ്പൂർണ്ണേനെ പോയിട്ട് വിളിച്ചു കൊടുത്തിട്ട് അവൾ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അവൾ കാരണമാണ് അനിരുദ്ധിന് ഗതി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ അവളെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴും ബിനോയും ബോന്തിതയും വന്നിട്ട് സമ്പൂർണ്ണനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ശേഷം സമ്പൂർണ്ണനെ കാണിക്കുകയാണ്. സമ്പൂർണ്ണ റൂമിൽ പോയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ബോന്തിത തടയാണ്, അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അവളെ. പിന്നെ മുൻഷിനെയും ത്രിലോചനയും കാണിക്കുന്നുണ്ട്. അപ്പോൾ മുൻഷി പറയാണ് ഈ സമ്പൂർണ്ണ ഈ വീട്ടിൽ നിൽക്കണോണ്ടാവും, അപശകുനല്ല അവൾ, അപ്പോൾ അതുകൊണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അപ്പോൾ അവളെ ഇവിടുന്ന് ദൂരത്താക്കുകയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അവളെ പുനർവിവാഹം കഴിപ്പിക്കാൻ പറയുന്നുണ്ട്, അതും ബിഹാരിനെ കൊണ്ട് കഴിപ്പിക്കാനാണ് പറയുന്നുണ്ട്. അപ്പോൾ അത് ത്രിലോചന അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ബോന്തിത ഇരുന്ന് കരയുന്നതിനാണ് കാണിക്കുന്നത്. അനിരുദ്ധിനോട് പറയുന്നുണ്ട് ആദ്യമൊക്കെ എനിക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നായിരുന്നു, എന്ത് പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് രക്ഷക്കായി നിങ്ങൾ വന്നിരുന്നില്ലേ, അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റക്കായ പോലെ തോന്നുകയാണ്, എനിക്കിപ്പോൾ ആരുമില്ല ഇവിടെ, ആരും എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നില്ല, നിങ്ങളില്ലാത്തപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട പോലെയാണ് തോന്നുന്നു പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് അവനോട് എണീക്കാൻ പറഞ്ഞിട്ട് അവൾ നല്ല രീതിക്ക് കരയുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധിന് ചെറുതായിട്ട് ബോധം വരുന്നുണ്ട്, പക്ഷെ അവന് അധികം ഒന്നും പറയാൻ പറ്റുന്നില്ല. അവൻ സൈക്കിൾ എന്ന് പറയുമ്പോഴേക്കും അവന് പിന്നെയും ബോധം പോവാണ്. അപ്പോൾ ബോന്തിത ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ എന്താ പതിബാബു എന്നോട് പറയുമെന്ന്, സൈക്കിൾ എന്ന് എന്തുകൊണ്ട് പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരികയാണ്. അവളിങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് വീഴുന്നത് ഓർമ്മ വരുന്നുണ്ട്. അതായത് ഇതിന് മുമ്പേ ഇതൊക്കെ നടക്കുന്നതിന് മുമ്പേ അവർ തമ്മിലിങ്ങനെ നടന്ന സംഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ സൈക്കിൾ ചവിട്ടുമ്പോൾ അവിടെ വീഴുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് പതിബാബു എന്നെ ഒറ്റക്കാക്കിയോണ്ടല്ല അപ്പോൾ ഞാൻ ഈ വീണതെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് നീ ഇപ്പോൾ ഞാനില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഒരവസരം വരികയാണ്, ഞാനില്ലാതെ വരികയാണ്, അപ്പോൾ നീ നിൻ്റെ ധൈര്യം നീ കൈവിടാൻ പാടില്ല, നീ ഒറ്റയ്ക്ക് പൊരുതണം, ഒറ്റയ്ക്ക് പൊരുതി മുന്നേറുന്നേ വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾക്കൊരു ധൈര്യം വരികയാണ്. അവനില്ലെങ്കിലും അവൾക്ക് ഒറ്റയ്ക്ക് എല്ലാവരോടും നല്ല രീതിക്ക് തന്നെ സംസാരിച്ചിട്ട് പൊരുതാൻ വേണ്ടിയിട്ട് അവൾക്ക് ധൈര്യം വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം അവൾ ആലോചിക്കുകയാണ്. എന്നിട്ട് അവിടെ തന്നെ എന്ന് പറയുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷന് ഞാൻ എന്തായാലും ഞാൻ പൊരുതി നേടുക തന്നെ ചെയ്യും, നമ്മൾ തന്നെ വിജയിക്കും പതിബാബു എന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്.
പിന്നെ പൂജാമുറി കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ആ പെൺകുട്ടി തപസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റക്കാലിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ബോന്ദിത വരുന്നുണ്ട്. എന്നിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം വേഗം ശരിയാക്കാനും അനിരുദ്ധിൻ്റെ ഈ അസുഖമൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം ശംഖൊക്കെ എടുത്ത് ഊതുന്നുണ്ട്. ശേഷം അവൾ ബിഹാരിനെ കൊണ്ട് സ്ത്രീ രൂപമൊക്കെ കെട്ടിക്കുന്നുണ്ട്. അതായത് ആ വന്ന സ്ത്രീയുടെ ഒരു ശരിക്കും ഒരു ആണാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങനെ ഒരു സാരിയൊക്കെ എടുത്തിട്ട് തലയിൽ കൂടെ ഒക്കെ ഇടിയിപ്പിക്കുന്നുണ്ട്. ശേഷം അനിരുദ്ധിന് ചെറുതായിട്ട് ബോധം വരികയാണ്. എന്നിട്ട് അവൻ എന്തോ ഒരു ബുക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവളോട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവൾ ആ ബുക്ക് എടുത്തിട്ട് അവനിങ്ങനെ കൊടുക്കുമ്പോഴേക്കും അവന് ബോധം പോവാണ്. അപ്പോൾ അങ്ങനെ ആ ബുക്കിലൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും തെറ്റ് ചെയ്ത ആളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കാതിരിക്കില്ല എന്ന് അതിലിങ്ങനെ ആ ഒരു ലൈനിൽ അർത്ഥം വരുന്ന ഒരു വാക്ക് അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് ബോന്തയ്ക്ക് മനസ്സിലാവാണ് അനിരുദ്ധ് എന്താ അവളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന്. എന്നിട്ട് അവൾ ബിഹാരിനെയും കൂട്ടിയിട്ട് ആ അനിരുദ്ധ് ആ തലയ്ക്ക് അടിച്ചൊക്കെ ഇടുന്നില്ല, അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അതായത് ആ വഴിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് അവരവിടെ തിരയാൻ വേണ്ടി നിൽക്കുമ്പോഴാവും അവിടെ മുൻഷിയും നിന്ന് തിരയുന്നുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് അവരാകെ ഞെട്ടുകയാണ്. അപ്പോൾ മുൻഷി പറയുന്നുണ്ട് ആള് മാറ്റിന് വേണ്ടിയിട്ട് വന്നതാണ്, അനിരുദ്ധിനെ ഈ അവസ്ഥയിലാക്കിയ ആൾക്കാർ എന്തെങ്കിലും തെളിവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അവരോട് പറയുന്നുണ്ട് മുൻഷി. ശരിക്കും പറഞ്ഞാൽ മുൻഷിയുടെ പേഴ്സ് അവിടെ വീണ് പോയിട്ടുണ്ടാവും, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് മുൻഷി വന്നേക്കുന്നത്. എന്നിട്ട് മുൻഷി പറയുന്നുണ്ട് ഞാനും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒപ്പം നോക്കാൻ വേണ്ടിയിട്ട് കൂടുന്നുണ്ട്. അങ്ങനെ ബോന്ദിത്തയും ബിഹാരിയും നമുക്ക് ഇങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാവും മുൻഷി ആ പേഴ്സ് അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ മുൻഷി അത് മെല്ലെ പോയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ആളുടെ കഴുത്തിലത്തെ മാല അവിടെ വീണ് പോവാണ്. എന്നിട്ട് മുൻഷിനോട് ബോന്ദിത്ത പൊക്കോളാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് അവർ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ബോന്ദിത്ത നോക്കിയിട്ട് ആ മാല അവൾക്ക് കിട്ടുകയാണ്. ആ മുൻഷിയുടെ കളഞ്ഞു പോയ മാല അവളുടെ കയ്യിലാണ് കിട്ടുന്നത്. അങ്ങനെ ബിഹാരിയും ബോന്ദിത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ സമയത്താണ് ത്രിലോചൻ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ബോന്തോടെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ത്രിലോചൻ പറയുകയാണ്. എന്നിട്ട് ബിഹാരിയോട് ആ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. സമ്പൂർണ്ണനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ബിഹാരിയോട് പറയുന്നുണ്ട്. പിന്നെ ബിഹാരിക്ക് ഒന്നും എതിർത്തിട്ട് പറയാൻ പറ്റില്ല, കാരണം ഒരു മുതലാളിയല്ലേ പറയുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ആൾ പറയുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യണം, അങ്ങനെ ഒരു ഇതാണ്, ഉത്തരവാണ്. അപ്പോൾ അങ്ങനെ ബിഹാരിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ബിഹാരി ഉള്ളിലേക്ക് പോവാണ്. പിന്നെ മാമിയും വരുന്നതാണ് കാണിക്കുന്നത് ബോന്ദിത്തയുടെ. അങ്ങനെ ബോന്തയുടെ മാമിയോടും അങ്ങനെ സമ്പൂർണ്ണയുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ത്രിലോചൻ പറയുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾ അതൊക്കെ കേട്ടിട്ട് നിന്ന് കരയുന്നുണ്ട്. അങ്ങനെ ബോന്ദിത്ത അവിടെ വന്നിട്ട് ത്രിലോചനോട് പറയുന്നുണ്ട് ആളുടെ സമ്മതം വേണ്ടേ സമ്പൂർണ്ണ ചിരി സമ്മതം ഇതിന് ആവശ്യമല്ലേന്ന്. അങ്ങനെ ത്രിലോചനോട് ചോദിക്കുമ്പോൾ ത്രിലോചന അതൊന്നും കാര്യമാക്കാതെ ആളുടെ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവരവിടുന്ന് എല്ലാവരും പോവാണ്. അപ്പോൾ ബോന്തയുടെ കയ്യിലുള്ള ആ മാല നിലത്ത് വീഴുമ്പോൾ അത് തുറക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോട്ടോ വെക്കാൻ പറ്റുന്ന പോലത്തെ മാലയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബോന്ത അത് നോക്കിയിട്ട് നടക്കണ സമയത്താവും ബിഹാരിയും മുൻഷിയും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. അങ്ങനെ മുൻഷി ബിഹാരിനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അയക്കുന്നുണ്ട്. അങ്ങനെ മുൻഷി അവിടെ നിൽക്കുന്ന സമയത്ത് ബോന്ത അടുത്തേക്ക് പോവാണ്. അപ്പോൾ മുൻഷിയുടെ മീശ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ടാവും. അത് സ്ത്രീ ആവാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ ഷേവ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ മുഖം, അപ്പോൾ വെപ്പ് മീശ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ബോന്ദിത്ത അത് നോക്കിയിട്ട് പറയുകയാണ് മുൻഷി മീശയ്ക്ക് എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊത്തിയിട്ട് നിൽക്കുന്നുണ്ട് മുൻഷി. അങ്ങനെ പെട്ടെന്ന് കാറ്റ് വന്നിട്ട് ആ മീശ തന്നെ പറന്നു പോവാണ്. അപ്പോൾ അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് മുൻഷി പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ ബോന്ദിത്ത ആകെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശേഷം അവൾ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ആ മാല കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്. അപ്പോൾ അവൻ ആംഗ്യം കാണിച്ചിട്ട് ഒരു ആൽബം എടുക്കാൻ വേണ്ടിയിട്ട് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവന് വർത്താനം പറയാനൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ അവൻ ആംഗ്യം കാണിച്ചിട്ട് തന്നെ അതിലൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഫോട്ടോ എന്ന് വെച്ചാൽ അവൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ ആണ്. അപ്പോൾ അവൻ്റെ ഒപ്പം സൗരഭും ഉണ്ട്, സൗരഭിൻ്റെ ചെറുപ്പകാലത്താണ്. അപ്പോൾ അതേ ഫോട്ടോ ആണ് ഈ ഒരു മാലയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ബോന്തയ്ക്ക് മനസ്സിലാവാണ് അത് സൗരഭാണെന്ന്. അപ്പോൾ വന്നിട്ട് അവന് മുൻഷിനെ തൊട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോന്തയ്ക്ക് മനസ്സിലാവാണ് മുൻഷിയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ ബോന്തയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അച്ഛനാണ് മക്കളുടെ ഫോട്ടോ ഒക്കെ കഴുത്തിലിട്ട് നടക്കുന്നത്. അപ്പോൾ മുൻഷിയുടെ മാല എഴുന്നത് ബോന്തയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവൾ അനിരുദ്ധിനോട് പറയുന്നുണ്ട് ഞങ്ങൾ തിരയാൻ പോകുന്ന ആ സമയത്തും മുൻഷി അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ ഉറപ്പിക്കുകയാണ് മുൻഷിയാണ് ഈ എല്ലാ കളിക്ക് പിന്നിലെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മുൻഷിയാണ് ആ പെൺവേഷം കിട്ടി വന്നതെന്നും പിന്നെ അന്ന് അനിരുദ്ധിന് വയ്യാണ്ടായിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്നത് മുൻഷിയാണ്. അപ്പോൾ മുൻഷിയാവും അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നും പിന്നെ ആ ലോക്കറിൻ്റെ കീ മുൻഷിക്ക് അറിയായിരിക്കും എന്നൊക്കെ ബോന്ദിത്ത അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ബോന്ദിത്ത എണ്ണിയിട്ട് അനിരുദ്ധിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ത്രിലോചനോടും പിന്നെ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ അവൾ പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ എണീച്ച് പോകാൻ നിൽക്കുമ്പോഴേക്കും അനിരുദ്ധ അവളുടെ കൈ പിടിക്കുകയാണ്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണോട് അവളുടെ അമ്മ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അവളുടെ മനസ്സിൽ ഇങ്ങനെ വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലൊരു സ്ഥാനം അവളോട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്.
പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് ബോന്തിയോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ബോന്തിതാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ പറയാണ് എനിക്ക് എഴുതി കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു പേപ്പറും പിന്നെ ഇങ്കൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ആ ഇങ്കിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോ വാക്കുകളായിട്ട് അതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ കൂട്ടി വായിക്കുകയാണത്. അപ്പോൾ അതിനെന്താ എഴുതിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആളിനെ പിടികൂടണമെങ്കിൽ നമുക്ക് അതിൻ്റെ തെളിവ് ആവശ്യമാണ്. അപ്പോൾ ആ തെളിവോട് കൂടി തന്നെ എല്ലാവരുടെ മുമ്പിലേക്ക് ആളെ കൊണ്ടുവരണം എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക. പിന്നെ അവൾ അനിരുദ്ധിന് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ അവിടെ നിൽക്കുമ്പോഴാവും ആ പെൺകുട്ടിയും ത്രിലോചനും കൂടിയിട്ട് അവിടേക്ക് വരിക. അപ്പോൾ ആ പ്രസാദമായിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ആ വിഷം കലർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ വിഷം കൂടി കഴിച്ചാൽ അനിരുദ്ധ് ശരിക്കും മരിക്കണം ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോന്തിയോട് പറയുകയാണ്. അപ്പോൾ ബോന്തിത്ത ആദ്യം ആ ടവലൊക്കെ അവൻ്റെ മേത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കൊടുക്കണ പോലെ ഇങ്ങനെ ചുണ്ടിൻ്റെ അവിടേക്ക് ഇങ്ങനെ എത്തിച്ചിട്ട് അപ്പുറത്തേക്ക് ഇടുകയാണ്. അത് ശരിക്കും കൊടുക്കുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാണുന്നവർക്ക് അത് അവൻ കഴിക്കണ പോലെ തോന്നും. അപ്പോൾ അങ്ങനെ അവനും അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെ കഴിക്കണ പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവൾ കാലുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന ടേബിൾ തട്ടിയിടാണ്. അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ കാക്ക സസുർജി ആ പെൺകുട്ടിയും കൂടിയിട്ട് അതൊക്കെ ഒതുക്കി വെക്കണ സമയം കൊണ്ട് തന്നെ അവൾ ആ കയ്യിലുള്ള ബാക്കിയുള്ള പ്രസാദം കൊണ്ടുപോയിട്ട് അപ്പുറത്തെ ഒരു പാത്രത്തിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻഷി അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ അത് ആയിട്ട് അവൾ പിന്നെ തിരിച്ചു വരികയാണ്. ആ പാത്രം കാലിപ്പാത്രമായിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ത്രിലോചൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കഴിച്ചാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫുള്ള് അനിരുദ്ധിന് കൊടുത്തു എന്ന് ബോന്തിത പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബോന്തിത ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, എൻ്റെ പതിവാബിനൊന്നും വരാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഈ ഒരു പ്രസാദത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വയ്യാണ്ടായി എന്ന് ഇപ്പോൾ ആർക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ വയ്യാണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിനി ഒന്നും ഈ എൻ്റെ പതിവാബിന് വരാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. ആളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് തന്നെ ഞാൻ ആളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ അവളിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധും ഇങ്ങനെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര ബുദ്ധിപരമായിട്ടാണ് അവൾ ഓരോ നീക്കങ്ങളും ചെയ്യുന്നതെന്ന് അവനിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. സബാഷ് ബോന്തിത എന്നൊക്കെ അവൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ആ സിമ്പിൾ കാണിക്കുന്നുണ്ട്, മിണ്ടരുത് എന്നുള്ളൊരു സിമ്പിളില്ല അവൻ കാണിച്ചു കൊടുത്തത് അവനോട് തന്നെ അവൾ കാണിച്ചിട്ട് ചിരിക്കുന്നുണ്ട്. മുൻഷിയും ആ പെൺകുട്ടി കൂടി സംസാരിക്കുന്നത് കാണിക്കുകയാണ്. അപ്പോൾ മുൻഷി അവളോട് പറയുന്നുണ്ട്, എന്തായാലും ബോന്തിത ആ വിഷമുള്ള ആ പ്രസാദം ഫുള്ളായിട്ടൊന്നും അനിരുദ്ധിന് കൊടുത്തിട്ടില്ല, ഒരു തരി പോലും അനിരുദ്ധിന് കൊടുത്തിട്ടില്ല. അവൾ ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ പെൺകുട്ടിയോട്. എന്നിട്ട് അവളോട് പിന്നെയും ഒരു വിഷം കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോന്തിത അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ബോന്തിത ബിഹാരീനെ അപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ബിഹാരിയോട് ഉറക്കെ സംസാരിക്കുകയാണ് മുൻഷി കേൾക്കാൻ വേണ്ടിയിട്ട്. മുൻഷി, ഞാൻ ആ മാല എടുത്ത് ത്രിലോചൻ്റെ കൊടുത്തു, അതായത് കാക്ക സസുദ്ധിയുടെ കൊടുത്തു. അപ്പോൾ ആൾ അതെടുത്ത് ലോക്കറിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ മുൻഷി ഇങ്ങനെ ആലോചിക്കുകയാണ്, അതെനിക്ക് പെട്ടെന്ന് തന്നെ എടുത്തേ പറ്റൂ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശരിക്കും ആ മാല കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. ബോന്തിത ബുദ്ധിപരമായിട്ടാണ് ഓരോ കളിയോടെ കളിക്കുന്നത്. പിന്നെ ബിഹാരിയും ബോന്തിതയും കൂടിയിട്ട് കനലുണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ശേഷം ആ പെൺകുട്ടീനെ കാണിക്കുന്നുണ്ട്. ആ പെൺകുട്ടി കയ്യിൽ ആ വിഷം എടുത്തിട്ട് അനിരുദ്ധിനെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാവും ബോന്തിത വന്നിട്ട് കൈ പിടിക്കുന്നിട്ട്, വായോ എൻ്റെ കൂടെ വായോ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം ചെയ്യിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനും പിടിച്ച് വലിച്ചിട്ട് ബോന്തിത കൊണ്ടുപോവുകയാണ്. ഒപ്പം ത്രിലോചനും ഒക്കെ വരുന്നുണ്ട്. ബിഹാരി അനിരുദ്ധിനെ പിടിച്ചിട്ട് അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് പൂജാമുറിക്കാണ് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കനലൊക്കെ സെറ്റാക്കിയിട്ടില്ലേ, അപ്പോൾ ആ ഭാഗത്തേക്കാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇത് എല്ലാവരോടും കൂടി പറയുകയാണ്, ഞാൻ ഇന്നൊരു കഥ വായിച്ചു. ആ കഥയിൽ അമ്മ മോനക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ട് മോൻ്റെ എല്ലാ കേടും അപ്പം തന്നെ മാറി, എല്ലാ അസുഖവും അപ്പം തന്നെ മാറി എന്നൊക്കെ പറയുമ്പോൾ ത്രിലോചൻ നന്നായിട്ട് ഇമ്പ്രസ് ആവുകയാണ്. ത്രിലോചന് ആ ആളോട് പറയുന്നുണ്ട്, പെൺകുട്ടിയോട് പറയുന്നുണ്ട്, എന്നാൽ വേഗം ചെയ്തോ, ഈ കനലിൽ കൂടെ നടന്നോ, അപ്പോൾ എൻ്റെ അനിരുദ്ധിൻ്റെ എല്ലാ കേടും മാറുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ആകെ പേടിക്കുകയാണ്. എന്നിട്ട് നിർബന്ധിക്കുന്നുണ്ട് ത്രിലോചൻ വേഗം നടന്നോ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ആദ്യം ഇങ്ങനെ കാലിങ്ങനെ വെക്കുമ്പോഴേക്കും ആ പെൺകുട്ടി പറയാണ്, അയ്യോ എനിക്കൊന്നും നടക്കാൻ പറ്റില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ, എൻ്റെ കാല് പൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ബോന്തിത ആളുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മ പറയണം, അമ്മ ഞങ്ങളുടെ അമ്മയല്ലേ, ശുഭ്രമ്മയല്ലേ, പുനർജനിച്ച് വന്നതല്ലേ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ പുനർജനിച്ച് വന്നോന്നല്ല എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല രീതിക്ക് തന്നെ അത് എതിർക്കുന്നുണ്ട്. ഞാൻ നിന്നെ പോലെ തന്നെ ഒരു ചെറിയ കുട്ടിയാണെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത പറയുന്നുണ്ട്, പിന്നെ എങ്ങനെ എൻ്റെ അമ്മനെ കുറിച്ചെല്ലാം അറിയാം, അമ്മ പാടുന്ന താരാട്ട് പാട്ട് പോലും അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതെനിക്ക് ആ ഡയറിയിൽ നിന്ന് കിട്ടിയതാണ്. ആ ഡയറിയിൽ ഓം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡയറിയിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വായിച്ചിട്ടാണ് എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ട് കരയുന്നുണ്ട്. മുൻഷി ആ ലോക്കർ തുറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് മാല എന്ന് ബോന്തിത വെറുതെ പറഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ആ മാല എടുക്കാൻ വേണ്ടിയിട്ട് ആൾ ആ ലോക്കർ തുറക്കുന്നുണ്ട്.
പിന്നെ ആ പെൺകുട്ടി കരഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഇതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഒരു വീട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാനും പഠിക്കാനൊക്കെ അവരാണ് പഠിപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ആ ഡയറി വായിക്കാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. പിന്നെ പറയുകയാണ്, എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിന് വിഷം കൊടുത്ത കാര്യം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വട്ടം കൂടി വിഷം കൊടുത്താൽ അവൻ മരിച്ചു പോയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ത്രിലോചന നല്ല രീതിക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് അവളോട് നല്ല ചൂടാവുന്നുണ്ട്. നീ ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ നിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ആരാ നിൻ്റെ പിന്നിലെന്നൊക്കെ, നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നതൊക്കെ ആരാന്ന് ത്രിലോചന ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, ഇനി മുൻഷിജിയുടെ ടേൺ ആണെന്ന് അവളിങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മുൻഷിനെ കാണിക്കുകയാണ്. മുൻഷി ആ ലോക്കറിലൊക്കെ തിരയുന്നുണ്ട്, പക്ഷെ ആ മാല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് പറ്റുന്നില്ല. അപ്പം അങ്ങനെ ആളുടെ അടുത്ത് ബോന്തിത വന്നിട്ട് ആ മാല തൂക്കി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുൻഷിക്ക് മനസ്സിലാവാണ് ആൾ ശരിക്കും പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവിടെ ഓടാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ത്രിലോചന വന്നിട്ട് നിൽക്കുകയാണ്. ഒപ്പം അനിരുദ്ധും സോംനാഥും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.